നന്ദി അജിനി ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1542 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ KP മധുസൂദന പണിക്കർ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതി വകുപ്പ്, കേരള. ചീഫ് ഫിസിഷ്യൻ, SN ഹോമിയോ ആശുപത്രി, കാട്ടൂർ, കലവൂർ, ആലപ്പുഴ. പൊതുജന ബോധവൽക്കരണ ക്ലാസുകളും മെഡിക്കൽ ക്യാമ്പുകളും എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ നടത്തുന്ന ലീഡർ. വിവിധ സംഘടനകളുടെ വേദികളിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള പ്രമുഖനായ ഡോക്ടർക്ക് 41 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണുള്ളത്. ഇന്ന് നമുക്ക് കരൾ രോഗങ്ങളും ഹോമിയോപ്പതിയും 3-ാം ഭാഗം ക്ലാസ് എടുക്കുന്നതിനായി ഡോക്ടർ KP മധുസൂദന പണിക്കർ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സാറിനെ ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് തെറാപ്യൂട്ടിക്സിലാണ്. ബാക്കിയെല്ലാം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കേസ് വന്ന് അങ്ങനെ ഡീൽ ചെയ്യുക, എന്തെല്ലാം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, എന്തെല്ലാം ഇപ്പൊ മോഡേൺ ആയിട്ട് ക്യാൻസർ ആണെങ്കിൽ അതിന്റെ ടെസ്റ്റ് എന്തെല്ലാം, അതിന്റെ പ്രൊഗ്നോസിസ് എന്തെല്ലാം, അതിന്റെ ഓരോ ട്രീറ്റ്മെന്റിന്റെ പ്രൊഗ്നോസിസിൽ നമ്മൾ ചെയ്യേണ്ട ഇന്റൻസിറ്റി അനുസരിച്ചിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, LFT വേരിയേഷൻസ്, അതിൽ അസസ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പൊ നമ്മള് കാർഡസ് മറിയാനസ് തെറാപ്യൂട്ടിക്സിന്റെ തുടങ്ങുകയാണ്. ലിവർ ഡിസീസിൽ നമ്മൾ ഹൈഡ്രാസിസ് വരെ എത്തിയായിരുന്നു. ഹൈഡ്രാസിസ് വരെ എത്തിയായിരുന്നു അല്ലേ? നോക്കട്ടെ. ഓക്കെ, ടോർപിഡുലർ ടെൻഡറസ്. ഇനി ആയിടാം. എപ്പറ്റോമിഗാലി, എപ്പറ്റോസ്പിലൈനോമിഗാലി. അപ്പൊ എപ്പറ്റോസ്പ്ലീനോമിഗാലി, മിഗാലി ഗ്രൂപ്പ് എല്ലാം നമുക്ക് സൈക്കോട്ടിസത്തിൽ പെടുന്നതാണല്ലോ. മിഗാലിസ് എല്ലാം എൻലാർജ് ചെയ്യുക, എക്സസ് ആകുക, എക്സ്ട്രീം ആകുക. അപ്പൊ അതിൽ ഏറ്റവും വില്ലനായിട്ടുള്ള ഒരു മെഡിസിൻ ആണ് അയഡം. സൈക്കോട്ടിസത്തിൽ ലിവറിൽ ആക്ട് ചെയ്യണ ഏറ്റവും നല്ല ഒരു മരുന്നാണ്. കാര്യം ലിവറിൽ ഒരു ഗ്ലാൻഡുലാർ സ്ട്രക്ചറാണ്. അപ്പൊ അതില് മറ്റ് സൈക്കോട്ടിക് ഡ്രഗ്സുകളേക്കാൾ കൂടുതൽ ഇന്റർകറന്റ് ആയിട്ട് നമ്മൾ തൂജയോ മെഡോറിനോ ഒക്കെ കൊടുക്കുമെങ്കിലും അയഡത്തിൽ ഇപ്പൊ ലംബ് ബ്രസ്റ്റിലൊക്കെ തന്നെയാണ് അയഡം 3C ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട് 3C. നമ്മള് തുടങ്ങിയതാണ്. അടുത്തയാൾ. ശരി ശരി ശരി. അപ്പൊ അതില് നമുക്ക് സാധാരണയുള്ള ഒരു എപ്പറ്റോ സ്പ്ലീനോമിഗാലി വിത്ത് ജോണ്ടിസ് അസോസിയേറ്റഡ് വിത്ത് പാൻക്രിയാറ്റ് ഡിസീസ്. ഇപ്പൊ 3 സിസ്റ്റം, സ്പ്ലീനോമിഗാലി, എപ്പറ്റോമിഗാലി, പാൻക്രിയാറ്റിക് ക്യാൻസർ ഓർ പാൻക്രിയാറ്റൈറ്റിസ് ഓർ കൊളഞ്ചിയോ കാർസിനോമയിൽ ഏറ്റവും കൂടുതൽ ആ പേഷ്യന്റ് തെർമൽ റിയാക്ഷൻസ് വെച്ച് അയഡത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അയഡൻ ലീൻ തിന്നായിരിക്കും. ഒരു പ്രത്യേക ഭയങ്കര ഹംഗർനെസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ലിവർ ഡിസീസിൽ സാധാരണ കാണുന്നത് വിശപ്പ് പോകും. പക്ഷെ വിശപ്പ്, ഭയങ്കര വിശപ്പുള്ള 2-3 മെഡിസിനിൽ ഒന്ന് അയഡം, ഒന്ന് ഫോസ്ഫറസ്, ഒന്ന് കാർഡ്, ഒന്ന് മിരിക്ക, അങ്ങനെ 3-4 മരുന്ന്. അപ്പൊ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാല് ഒരു ക്രോണിക് കേസ് വരുമ്പം ഈ ഒരു സിംറ്റം വെച്ച് തന്നെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ഹൈപ്പർട്രോഫിയാണോ, അട്രോഫിയാണോ, മൾട്ടിപ്പിൾ സിസ്റ്റം ഇൻവോൾവ്മെന്റ് ഉണ്ടോ, ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ തെറാപ്പറ്റിക്സ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോന്നിലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരേ മെഡിസിന്റെ കമ്പാരിറ്റീവ് മെറ്റീരിയൽ മേടിക്കുക അനുസരിച്ച് ഡിസീസിന്റെയും മരുന്നിന്റെയും പേഷ്യന്റ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പെട്ടെന്ന് സിമിലിമത്തിലെത്താനും വളരെ ട്രെമൻഡസ് ആയിട്ടുള്ള ഗുണം നമുക്ക് പേഷ്യന്റ് കൊടുക്കാനും പറ്റും. പിന്നെന്താ, മാസീവ് മെസൻട്രിക് ലിംഫഡിനൈറ്റിസ്. അപ്പൊ സാധാരണ എപ്പറ്റോ സെല്ലുലാർ കാർസിനോമയുടെ അഡ്വാൻസ് സ്റ്റേജിലാണ്
മെസൻട്രിക് ലിംഫഡിനൈറ്റിസ് ഉള്ളത്. ഇപ്പൊ ഇത് നമ്മൾ പറയുവാണെങ്കിൽ ഒരു 4th സ്റ്റേജ് ക്യാൻസറാണ്. ഒരു AFP നമ്മൾ സ്റ്റഡി ചെയ്ത് AFP തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. ആദ്യത്തെ സ്റ്റേജിലാണെങ്കിൽ CA കൂടുതലായിരിക്കും. അപ്പൊ അഡ്വാൻസ് മെറ്റാസ്റ്റൈസിക് കാർസിനോമയിലാണെങ്കിൽ AFP ആണ് കുറേകൂടെ ഇൻഡിക്കേറ്റഡ്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും? ഒന്ന് പിന്നെ AFP നോക്കാം, പാൻക്രിയാറ്റിൽ CA 19.9 നോക്കാം, മെസൻട്രിക് ലിംഫഡിനൈറ്റിസിൽ CBC നോക്കിക്കഴിഞ്ഞാൽ പിന്നെ CRPയും ESRയും വളരെ കൂടുതലായിട്ടുള്ള ഒരു സ്റ്റഡി കിട്ടും. അപ്പൊ അതനുസരിച്ച് നമുക്ക് അയഡം വളരെ നല്ലൊരു അയഡത്തിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പിറ്റൈറ്റ് ആയിരിക്കും. ഫുഡ് കഴിച്ചാൽ കുറയും, പക്ഷെ പെട്ടെന്ന് ഡൈജഷൻ കൂടിയിട്ട് പെട്ടെന്ന് പിന്നെയും കഴിക്കാൻ തോന്നും. സാധാരണഗതിയിൽ പൊതച്ച് കിടക്കത്തില്ല, ഫുൾ സ്പീഡിൽ ഫാനിടും, തണുത്ത ഫുഡിനോടായിരിക്കും ക്രേവിങ്സ്. അങ്ങനെയുള്ള ആ തെർമൽ റിയാക്ഷൻ വെച്ച് നമുക്ക് പേഷ്യന്റിന്റെ മയാസം കണ്ടുപിടിക്കാം. അയാളുടെ രൂപം വെച്ചും ക്രേവിങ്സ് കൊണ്ടും പിന്നെ ഈ ലിംഫഡിനൈറ്റിസ് ഉണ്ടെങ്കിൽ അയഡൻ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ. ഇപ്പൊ നമുക്കൊരു അയഡം ഇല്ല, ഒരു നാട്രമോർ പേഷ്യന്റിനാണ് മെസൻട്രിക് ലിംഫഡിനൈറ്റിസ് വരണമെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന നാട്രോ അയഡ 0.3. ഒരു കാലികാർബിന്റെ പേഷ്യന്റിനാണ്, കാലികാർബ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരാളിലാണ് ഹൗസ് ഓറിയന്റഡ് ആണ്, ബാക്കി കാലികാർബ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ കാലിഐഡൈഡ് കൊടുക്കും. കാലികാർബും കാലിഐഡൈഡും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് സോറിക്കും സൈക്കോസോറിക്കും, ഒന്ന് സിഫിലിറ്റിക്കുക. കാലിഐഡൈഡ് സിഫിലിറ്റിക്കുക. അപ്പൊ അതിന്റെ പൊസിഷൻ ലെഫ്റ്റ് സൈഡ് റിലീഫ്, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ് ലീഷൻ, ഗെറ്റ് റിലീഫ് ബൈ ലൈങ് ഓൺ ലെഫ്റ്റ് സൈഡ്, നൈറ്റ് അഗ്രവേഷൻ. റെസ്റ്റ് അഗ്രവേഷൻ, മൂവ്മെന്റ് അഗ്രവേഷൻ ആണ്, റിലീഫ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റം വെച്ചിട്ട് നമുക്ക് മയാസ്മാറ്റിക് ട്രീറ്റ്മെന്റിൽ ഈ അയഡത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാലികാർബ് ഓൾഡ് ക്രോണിക് ലിവർ പ്രോബ്ലം വിത്ത് എക്സ്ട്രീം സോർനെസ് ആയിരിക്കും, വയറിൽ മുണ്ടെടുക്കത്തില്ല, അതുകൊണ്ടാണ് നേക്കഡായിട്ട് കിടക്കും ഈ പേഷ്യന്റ്. പണ്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഒരു ഹോമിയോ ഡോക്ടറുടെ അപ്പൂപ്പന്റെ കാര്യം, അമ്മയച്ചന്റെ കാര്യം ഞാൻ പറഞ്ഞെങ്കിൽ ഓർമ്മയുണ്ടാകും. എല്ലാവരും വളരെയേറെ ആക്ഷേപിച്ച് അദ്ദേഹത്തിനെ. ആളുകളെ കാണുമ്പോൾ ഉടനെ ഈ തുണി ഉരിഞ്ഞു കളയും. ഒരു വലിയ ജൈജാന്റിക് ഫിയർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പെമ്മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഭയങ്കര ആക്ഷേപം. നമ്മൾ ആരെങ്കിലും വിസിറ്റേഴ്സ് ചെയ്യുന്നാൽ പറയും അങ്ങോട്ട് കയറണ്ട, ഇതാ കാര്യം എന്ന് പറയാറ്. പക്ഷെ എന്നോടൊരു ദിവസം പറഞ്ഞു, ഞാൻ അത് ഒരു 20 വർഷം മുമ്പാ നമ്മൾ പോയി കാണുകയും ഈ കാലികാർബ് കൊടുക്കുകയും ചെയ്തു. അന്ന് ഡോക്ടർ പ്രകാശം പറഞ്ഞ ഒരു വലിയ ഓർമ്മ, ഒരു ക്ലൂ വെച്ചിട്ട് നമ്മളത് കൊടുത്ത് ഭയങ്കരമായിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോ ആ നേച്ചർ പോയി ആ പേഷ്യന്റ് 1.5-2 കൊല്ലം കൂടി ജീവിച്ചിരുന്നു. അപ്പൊ അത് വലിയ ഒരു നല്ല ക്ലൂവാ കാലികാർബിനെ സംബന്ധിച്ചോളം. ജോണ്ടിസ് ആൻഡ് ഡ്രോപ്സി, കോൾഡ്നെസ് ഓഫ് അബ്ഡമൻ, പെയിൻ ഫ്രം ദ ലെഫ്റ്റ് ഹൈപ്പോകോൺഡ്രിയം ത്രൂ ദ അബ്ഡമൻ, മസ്റ്റ് ടേൺ ടു റൈറ്റ് സൈഡ് ബിഫോർ ഹി ക്യാൻ റൈസ്. നെക്സോമിക്ക ആണെങ്കിൽ എഴുന്നേറ്റിട്ടേ തിരിയാൻ പറ്റത്തുള്ളൂ. കാലികാർബിനാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു കിടന്നിട്ട് എഴുന്നേക്കാൻ പറ്റും. എവറിത്തിങ് ഈസ് ടേൺ ടു ഗ്യാസ്. ഇപ്പം കാർബോയിഡ്സ് പോലെ, നെക്സോമിക്ക പോലെ, ലൈക്കോപോഡിയം പോലെ, ചൈനയൊക്കെ പോലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്യാസ്ട്രിക് മെഡിസിൻ ആണ് കാലികാർബ്. മറ്റതിനൊക്കെ ഉള്ളത് എല്ലാം തിന്നാലില്ല, ചില ഫുഡിന് മാത്രമാണ്. കാലികാർബിന് എന്ത് കഴിച്ചാലും, കാര്യം അതിന്റെ മനസ്സുമായിട്ട് റിലേറ്റഡ് ചെയ്തുള്ള ഒരു സൈക്കോ ഗാസ്ട്രൈറ്റിസ് ആണ് കാലികാർബിന്റെ. എന്ന് വെച്ചാൽ അദ്ദേഹം സ്വപ്നം കണ്ട ഒരു ഫ്യൂച്ചറിനെ, അല്ലെങ്കിൽ സ്വപ്നം കണ്ട മക്കളുടെ ഭാവിയിലും കുടുംബത്തിന്റെ ഭാവി, ആ സെറ്റപ്പിന് വിഘ്നം വരുമ്പോഴുണ്ടാകുന്ന ഒരു മെന്റൽ ഡിപ്രഷൻ വിത്ത് ആങ്സൈറ്റി ആണ് ഈ ഗ്യാസ് കോസ് ചെയ്യണം. അതുകൊണ്ട് ഒരു ഡിസ്ട്രെസ് ആണ്, വിത്ത് ഡിസ്റ്റന്റ് ഫീലിംഗ് ആണ്. ആക്ച്വലി കാർബോഹൈഡ്രേറ്റ് പോലുള്ള ഒരു ഫ്ലാറ്റുലന്റ് ഡിസ്റ്റൻഷൻ ആയിരിക്കത്തില്ല. ഇപ്പൊ കാലികാർബിന്റെ ലിവർ ഡിസീസിൽ ഏറ്റവും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൊടുക്കാവുന്നവരാണ് ടെൻഡർനെസ്, സോർനെസ്, ജോണ്ടിസ്, ഡിസ്റ്റൻഷൻ വിത്ത് കോൾഡ്നെസ് ഓഫ് അബ്ഡമൻ, ലെഫ്റ്റ് ഹൈപ്പോകോൺഡ്രിയൽ പെയിൻ. സാധാരണഗതിയിൽ റൈറ്റ് ഹൈപ്പോകോൺഡ്രിയത്തിലാണ് പെയിൻ വരുന്നത്, ഇത് ലെഫ്റ്റ് ഹൈപ്പോകോൺഡ്രിയത്തിലായിരിക്കും വേദന. മോസ്റ്റ് പ്രോബബ്ലി ദി ലെഫ്റ്റ് ലോബ് ഓഫ് ദി ലിവറിൽ ആക്ട് ചെയ്യുന്ന ഒരു വലിയ മെഡിസിൻ ആണ് ഈ കാലികാർബ്. ഇവന്തോ റൈറ്റ് സൈഡ് ആണെങ്കിൽ പോലും ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ ലിവർ ഡിസീസിൽ ആക്ട് ചെയ്യുന്നത്. കാലിയമോർ, ഗുഡ് മെഡിസിൻ, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ടു റിലീസ് ദ പൈൻ.
കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് കാലിമോറിട്ടെണ്ണം ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ നമുക്കൊരു സ്റ്റെന്റ് ഇടണ പോലുള്ള ഒരു ഗുണം 10-60% കേസിൽ നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് നമുക്ക് കാലികാർഡ് എണ്ണം കൊടുത്തിട്ട് നമ്മളൊരു 3 ദിവസം കഴിയുമ്പോൾ 30-ഓ 26-ഓ ഒക്കെ സെറംബിൽ റൂബിനുള്ള ആളുകളിൽ നമ്മൾ ഒരു ഡോസ് കാലികാർഡ് എണ്ണം കൊടുത്തിട്ട് ഒരു 3-4 ദിവസം, അപ്പോൾ അവരെല്ലാം പറയും എന്തെങ്കിലും ഗുണം ചെയ്യുമോ ഡോക്ടറെ, ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ, ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നു, ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയിൽ നമ്മൾ പ്രോമിസ് ചെയ്യുന്ന 3 days. അപ്പൊ 3 days കൊടുത്ത് കാലിമോർ കൊടുത്തിട്ട് നമ്മൾ സാധാരണ എഴുതിയിരിക്കുന്നത് ബെർബറിസ് വൾഗാരിസ് 3C 3 തുള്ളി 3 നേരം കൊടുത്താൽ ഇത് ഫ്ലോ പ്രൊമോട്ട് ചെയ്യുമെന്നാ പറയുന്നത്. ഇതൊക്കെ ഓരോ പുസ്തകത്തിൽ നിന്നും വലിയ വലിയ പഴയ ഡോക്ടർമാരുടെ അനുഭവജ്ഞാനത്തിൽ നിന്ന് കിട്ടിയ ക്ലൂസ് ആണ്. പക്ഷെ അത് വളരെ എഫക്റ്റീവ്. ഈ 3Cക്ക് മാത്രമേ ഉള്ളൂ, തേർട്ടി കൊടുത്താൽ ആ ഗുണം കിട്ടുന്നില്ല. ഇപ്പൊ ബെർബറിസ് വൾഗാരിസ് 3C ഒരു ഫെൽറ്റൂറി 3X കൂടെ കൊടുക്കുവാണെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ വളരെ ആയിട്ട് നമുക്ക് ഗുണം ചെയ്യുന്നതും ഒരു പോയിന്റ് എങ്കിലും നമ്മൾ ഒരു 3 days കഴിയുമ്പോൾ കുറയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഓപ്പറേഷൻ വിടേണ്ട കാര്യമില്ല. വിതിൻ ഷോർട്ട് ടൈം ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ മെർഡൾസിസ് എല്ലാം മെർസോളിന്റെ ബ്ലാക്ക്നെസ്, നാക്കില് ബ്ലാക്ക്, സ്റ്റൂളില് ബ്ലാക്ക്, ശരീരത്ത് ബ്ലാക്ക്. എന്താ ബ്ലാക്കിന്റെ ഒരു പ്രത്യേകത? മെർസോൾ ആയതുകൊണ്ട് ബൈലാറ്ററൽ ആയിരിക്കും, സിബിലിറ്റിക് മെഡിസിന്. ഇപ്പൊ ബൈലാറ്ററൽ നമ്മൾ ലിവർ സ്പോട്ട് എന്നൊക്കെ പറയും. ഈ ലിവർ സ്പോട്ടിൽ ശരിക്കും ബ്ലാക്ക് സ്പോട്ടായി. ഇപ്പൊ ബ്ലാക്ക് സ്പോട്ട് ഈ മെർഡൾസിസും ഒരു സിബിലിറ്റിക് മെഡിസിന് കാലി അയഡൈഡ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇറപ്ഷൻസ് വന്നിട്ട് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ കറുത്ത കളറാണ് ബോഡിയിൽ. ഈ മെർഡൾസിസ് എന്ന് പറഞ്ഞാല് എല്ലാം കറുത്തതായിരിക്കും. ഹൈപ്പർട്രോഫീഡ് സിറോട്ടിക് ലിവർ, ഹൈപ്പർട്രോഫീഡ് ആയിരിക്കും. സിറോസിസിൽ ഒരു കോൺട്രവേഴ്സൺ എന്താ അതിന് സിബിലിറ്റിക് മെഡിസിൻ വന്നത്? ഈ ഹൈപ്പർട്രോഫി വരത്തില്ല, സിറോസിസിൽ സ്ട്രിങ്കേജാ വരേണ്ടത്. ഫൈബറസ് ടിഷ്യൂ ആയിട്ട് ഒരു അട്രോഫിക്കുള്ള സാധ്യതയുണ്ട്. പക്ഷെ സിബിലിറ്റിക് ആയതുകൊണ്ട് സിബിലിറ്റിക് അവസ്ഥയിൽ ഇത് ഒരു എന്തുവാ എക്സാജറേറ്റഡ് ഡീജനറേഷൻ വന്നിട്ട് ഹൈപ്പർട്രോഫി ആയി പോകുന്ന സിറോട്ടിക് കണ്ടീഷനിൽ മെർഡൾസിസ് വെരി ഗുഡ് മെഡിസിൻ. പിന്നെ അതിന്റെ ഡിസ്ചാർജസ് നേസൽ ഡിസ്ചാർജ് ആണെങ്കിലും സൈലൈവ ആണെങ്കിലും യൂറിൻ ആണെങ്കിലും ഒരുതരം പ്ലാസ്റ്റിക് എക്സുഡേഷൻ ആയിരിക്കും. ഇങ്ങനെ പശ പോലുള്ള സെഡിമെന്റ്സ് കാണും. സ്റ്റൂളിലാണെങ്കിൽ പോലും സ്റ്റൂള് തിക്ക് റിബൺ ലൈക്ക് പോലെ ആയിട്ട് അത് എടുത്തു കളയേണ്ടി വരും. ക്ലോസറ്റിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഒന്നിനോടൊന്നും യോജിക്കാതെ പ്ലാസ്റ്റിക് പോലെ എടുക്കുന്നു. അപ്പൊ ഒരു പ്ലാസ്റ്റിക് എക്സുഡേഷൻ. ഇപ്പൊ ക്രോണിക് സൈനസൈറ്റിസിലൊക്കെ നമ്മൾ ചീറ്റിയ പറയാതെ തിക്കായിട്ട് ഒഫൻസീവ് ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഫ്രോണ്ടൽ സൈനസൈറ്റിസിലൊക്കെ, മാക്സിലറി സൈനറ്റിസിൽ, ഈവൻ ക്യാൻസറിൽ പോലും ഒരു സിബിലിറ്റിക് പേഷ്യന്റ് ആണോ അവരെങ്കിൽ ഈ മെർസോൾ വരുന്നുണ്ട്, ബൈലാറ്ററലാണ് വരുന്നുണ്ട്, ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ബ്ലാക്കിഷ് കളർ ആണെങ്കിൽ മെർസോളിനേക്കാൾ മെർഡൾസിസ് നല്ലത്. മെർഡൾസിസിന് ഏറ്റവും വലിയ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ പ്യൂട്രിഡ് ഒഫൻസീവ് അടുപ്പിച്ച് നമുക്ക് അടുത്തിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ പതോളജി നോക്കിയേ, ഹെപ്പാറ്റിക്, റീനൽ, കാർഡിയാക്, 3 സിസ്റ്റം തെറ്റ് ഫെയിലുവർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു അഡ്വാൻസ് 4th സ്റ്റേജ് ഓഫ് ക്യാൻസർ ഓഫ് ലിവറിൽ മെർഡൾസിസ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. അത് മാത്രമല്ല, ലിവർ ഡിസീസ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരിൽ 2 tablets 3 times ഡെയിലി മെർഡൾസിസ് 3 grain ടാബ്ലറ്റ്സ് കൊടുക്കുക. ഒരു കാസ്കര സാഗര ടിഞ്ചറും കൂടെ ചെയ്താൽ ഭയങ്കരമായിട്ട് മോഡേൺ മെഡിസിനിലും നമ്മളുടെ വൈലാക്സ് ഒക്കെ പോലുള്ള ഗുളികകളും മോഡേൺ മെഡിസിനുള്ള ലാക്സറ്റീവ് മരുന്നുകളൊക്കെ നമുക്കൊരു 10-15 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകും. ഈ മെർഡൾസിസിന്റെ ഒരു ഗുണം അതാണ്. നാട്രൽ സൾഫ്, ഹെപ്പറ്റൈറ്റിസ് വോമിറ്റിംഗ് ഓഫ് ബൈൽ. ഇപ്പൊ ഏത് ഹെപ്പറ്റൈറ്റിസ് ബി, സി, എ ഏത് ഗ്രൂപ്പിലാണെങ്കിലും അത് നാട്രം ഗ്രൂപ്പ് ആണെങ്കിൽ നാട്രം ഓറിന്റെ ഹോട്ട് ബാം, ഹോട്ട് കോൾഡ്, മെന്റൽ സ്ട്രെയിൻ, മെന്റൽ ഡിസ്ട്രസ്, ടോർച്ചറിങ് എയിൽമെന്റ്സ്, അങ്ങനെയൊക്കെയുള്ള നാട്രം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ
നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു മെഡിസിനാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസിലെ നാട്രസൾഫ്. Charge cannot bear light clothing around the waist, great size of fecal matter in involuntary stool while passing. എന്താ നാട്രസൾഫിന്റെ ഒരു ലിവർ ഡിസീസ് വിത്ത് മൾട്ടിപ്പിൾ പതോളജിയിൽ അൺനോട്ടീസ്ഡ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ സ്റ്റൂൾ അറിയാതെ പോകും. ദ ഫസ്റ്റ് മെഡിസിൻ ഇസ് മുറിയാറ്റിക് ആസിഡ്. അതുപോലെ തന്നെ സെക്കൻഡ് മെഡിസിൻ ഫ്ലാറ്റസ് മാത്രമാണെങ്കിൽ അലൂമിനിയം. അപ്പൊ ഇതില് ആലോസിലുമാണ് ആലോസ് ലൂസ് സ്റ്റൂൾ വിത്ത് എൻകാർജ്മെന്റ്സ് ഓഫ് ദി പൈൽസിൽ ബ്ലീഡിങ് റയർ ആയിരിക്കും. ബഞ്ചോ ഗ്രേപ്പ് ഉണ്ടാകും. അൺനോട്ടീസ്ഡ് സ്റ്റൂൾ ഡ്യൂറിങ് യൂറിനേഷൻ ആണ്. പക്ഷേ നാട്രസൾഫിന് ലാർജ് സൈസ് ഓഫ് ഹാർഡ് സ്റ്റൂൾ വിത്ത് അൺനോട്ടീസ്ഡ്. ഇപ്പൊ പേഷ്യന്റ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പ്രായമുള്ള ആളുകൾ ലിവർ ഡിസീസ് വന്നവരിൽ വലിയ മാസ് ഓഫ് സ്റ്റൂള് വഴി നീളെ ഇങ്ങനെ ഉരുള പോലെ കിടക്കുന്ന, അതാണ് നാട്രസൾഫിന്റെ വലിയൊരു ക്ലൂ. പിന്നെ കാലിക്കാർ പോലെ നാട്രസൾഫിനും ടൈറ്റ് ബാൻഡേജിങ് അവേർഷനാണ്. അവർക്കും അണ്ടർ സ്കേർട്ടൊക്കെ ഇടാതെ കിടക്കാനുള്ള ഒരു വാസന വരും. നൈട്രിക് ആസിഡ് പൈൽസിലൊക്കെ നമ്മൾ നൈട്രിക് ആസിഡിന് വേദന ഉണ്ടെങ്കിലും ക്യാൻസറില് കമ്പാരിറ്റീവ്ലി ഒരു സിഫിലിറ്റിക് ഗ്രൂപ്പ് ഓഫ് മെഡിസിനിൽ നൈട്രിക് ആസിഡിന് കമ്പാരിറ്റീവ്ലി വേദന കുറവാണ്. ബ്ലീഡിംഗ് ആണ് അതിനകത്ത് പ്രൊഡോമിനേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം, അത് സിഫിലിറ്റിക് മയാസത്തിന്റെ കൂടെ ട്യൂബർക്കുലർ ഇൻഫ്ലേഷൻ ഉള്ളത് കൊണ്ട് അൺനോട്ടീസ്ഡ് ആൻഡ് പെയിൻലെസ് ആയിട്ടുള്ള ബ്ലീഡിങ് അതിന്റെ കൂടെ പ്രീഡോമിനേറ്റ് ചെയ്തോ പോസ്റ്റ് ആയിട്ടോ വരാവുന്നതാണ്. ദെൻ it is a destructive syphilitic medicine, so the മറ്റേ ഒബ്സ്ട്രക്റ്റീവ് ടൈപ്പ് ഓഫ് ജോണ്ടിസ് മാറിയിട്ട് ലിവറിൽ തന്നെ ഉണ്ടാകുന്ന ഇമോലൈറ്റിക് ജോണ്ടിസിലാണ് നൈട്രിക് ആസിഡ് കൂടുതൽ എഫക്റ്റീവ്. പ്രോട്ടാലസ് ഫോർഡസ്, നൈട്രിക് ആസിഡ്, അസ്താക്കസ്, പിന്നെ നാട്രസൾഫ്, മെർസോള്, ഇതെല്ലാം നമുക്ക് ഇമോലൈറ്റിക് ജോണ്ടിസിലാണ് കുറച്ചുകൂടെ പ്രയോജനകരമായിട്ട് വരുന്നത്. ദ സെലിനിയം, ക്രോണിക് ലിഡോസിസ്, പെയിൻഫുൾ എൻലാർജ്ഡ് ഫൈൻ റാഷസ് ഓൺ ദ ലിവർ, സ്റ്റൂൾ ഹാർഡ് അക്യൂമുലേറ്റഡ് ഇൻ റെക്ടം, ഡിഫിക്കൽട്ട് ടു പാസ്. മോഷൻ ഉണ്ട്, ഡോക്ടറെ പോകത്തില്ലെന്ന് പറയും. സെലിനിയം കൂടുതൽ സെക്ഷൽ അബ്യൂസ് ഒക്കെ ചെയ്ത, സിസ്റ്റം വാൺ ഔട്ട് ചെയ്ത് പോയ, ലിവർ സ്പോട്ടുകൾ എൻലാർജ്ഡ് ആയിട്ട് കറുത്ത് തടിച്ച് ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു സോറോ സൈക്കോട്ടിക് മെഡിസിനാണ് സിഫിലിനും. അതുകൊണ്ട് ചൊറിച്ചിലുണ്ടാകും, ചോര വരും, സെഡിമെന്റഡ് ആകും, പെയിൻലെസ് ആയിരിക്കും. അതിന്റെ ഇറപ്ഷൻസ് അങ്ങനെയാണ്. ചിലയിടത്ത് മാത്രം അതിന്റെ ആക്കോട്ട് ഓരോ സ്റ്റേജ് അനുസരിച്ച് വരും, ലിവർ റീജിയൻ പെയിൻഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മള് ലിവർ റീജിയൻ പെയിൻഫുൾ ആയിട്ടുള്ള കുറെ മെഡിസിൻ പറിച്ചു. അപ്പൊ ആ ലിവർ റീജിയൻ പെയിൻ ലിവർ റൈറ്റ് സൈഡാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ വെച്ച എല്ലാ മെഡിസിന് കുറയും, റൈറ്റ് സൈഡ് വെച്ച എല്ലാ മെഡിസിന് കൂടും. ഇപ്പൊ പ്രധാനമായിട്ട് ഞങ്ങളൊരു 5-6 സിംറ്റം, ഒന്ന് തെർമൽ റിയാക്ഷൻ, 2 ഏത് വശം വെച്ച് കിടക്കും, 3 ലിവറിന്റെ കണ്ടീഷൻ എന്താണ്, ലിവർ മാത്രമേ ഉള്ളോ, മൾട്ടിപ്പിൾ പതോളജി ഉണ്ടോ, ഇമോലൈറ്റിക് ആണോ, ഒബ്സ്ട്രക്റ്റീവ് ആണോ, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞങ്ങൾ മെഡിസിൻ കൊടുക്കുന്നത്. അപ്പം ഒബ്സ്ട്രക്റ്റീവ് ആണെങ്കിൽ നമ്മൾ സാധാരണഗതി 0.3, 0.1, 0.3 ഒക്കെ കൊളസ്ട്രോൾ പോലും കൊടുക്കത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ 3 സ്റ്റാബിലിറ്റി ട്രൈച്ചുറേഷൻ കൊടുക്കാറുണ്ട്. കാര്യം ട്രൈച്ചുറേഷൻ ഒക്കെ കൊടുത്തിട്ട് കിട്ടുന്നതിൽ കുറേകൂടെ വളരെ നല്ല ഗുണം ഈ മൈൽഡ് ജെന്റിൽ അപ്രോച്ച് ഓഫ് 0.3 നമുക്ക് കിട്ടുന്നുണ്ട്, അനുഭവമാണ്. ദെൻ പ്ലംബമെറ്റ്, എപ്പറ്റോ സെല്ലുലാർ ക്യാൻസർ വിത്ത് ജോണ്ടിസ് ഇൻ റാപ്പിഡ് ഡിഡക്ഷൻ ഇൻ RBC. ഇപ്പൊ പ്ലംബമെറ്റിന്റെ ഒരു ഗുണം അതാണ്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ ആയിരിക്കും പ്രൊഡോമിനേറ്റ് ചെയ്യുന്നത്. ബ്ലഡ് കയറ്റി കുഴക്കും. പക്ഷേ ലിസിത്തിനം ഇതിനെ ഫോളോ ചെയ്യുന്നതാണ്. ലിസിത്തിനം എന്ന് പറയാൻ നമ്മൾ 3 സ്റ്റാബിലിറ്റി സാധാരണ ഇതിന്റെ അഡ്വാൻസ് സ്റ്റേജിൽ നമ്മളെ TMT എന്ന് പറയുന്നിട്ടുള്ള വേറൊരു നല്ല മരുന്നുണ്ട്, അത് ഉപയോഗിക്കും. അപ്പം ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമയില്, ക്രോണിക് ജോണ്ടിസിൽ RBC റിഡക്ട് ചെയ്തിട്ട് HB ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്താൽ മറ്റേ മോഡേൺ മെഡിസിൻ ബ്ലഡ് കയറ്റും. പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു
ഒരു 1.5-2 മാസം കൊണ്ട് നമുക്ക് ആ പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ പ്ലംബമെറ്റിന്റെ പതോളജിയിൽ നമ്മൾ കാണുന്നത് നമ്മളെ ചികിത്സിക്കാൻ വിഷമിപ്പിക്കുന്ന ഒരു ഫാക്ടർ, ഇതിന്റെ RBC ഡിഡക്ഷനും WBC കൂടുതലായിരിക്കും. RBC കുറയുമ്പം ESR കൂടും. ESR കൂടുന്നത് കൊണ്ടും കൂടെ ആകെ RBC കുറയുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ ഹീമോലൈറ്റിക് സ്റ്റാറ്റസ് ഇൻ എ ക്രോണിക് ഡീപ് സീറ്റഡ് ഡിസീസ്, എസ്പെഷ്യലി ഇൻ ലിവർ ഓർ നെർവസ് ഡിസീസ് ഓർ സ്പൈനൽ ഡിസീസിലൊക്കെ നമുക്ക് നമ്മളിപ്പോ പലപ്പോഴും കറക്റ്റ് ചെയ്യാൻ വരുന്നത്, ലൂക്കീമിയയിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലൂക്കീമിയയിൽ നമ്മൾ പല ടൈപ്പ് ഉണ്ടല്ലോ. ആ ടൈപ്പിൽ ചിലതിൽ നമുക്ക് WBC ഭയങ്കര എക്സസ് ആയിരിക്കും, പക്ഷെ പ്ലേറ്റ്ലെറ്റ്സ് ഭയങ്കര കുറവായിരിക്കും, HB കുറവായിരിക്കും. അപ്പൊ നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് കുറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഡിസിൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ WBC കുറയും, പക്ഷെ പ്ലേറ്റ്ലെറ്റ്സും കൂടെ കുറയും. അതാണ് ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ എന്ന് പറയുന്നത്. എവർ ചേഞ്ചിങ് സിംറ്റംസ്, കോൺട്രഡിക്ടറി സിംറ്റംസ്, ട്യൂബർക്കുലാർ മയാസ്. ഇപ്പൊ ട്യൂബർക്കുലാർ ചിലപ്പോൾ കാഴ്സിനോസിൻ വരും, അതിന്റെ ഫണ്ടമെന്റൽ മയാസം ഇൻഫ്ലേഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ തന്നെ നമ്മൾ ഈ പേഷ്യനോട് പറഞ്ഞില്ലെങ്കിൽ പേഷ്യന്റ് നമ്മളിൽ നിന്ന് പോകും. അതുകൊണ്ട് നമുക്കിത് കറക്റ്റ് ചെയ്ത് രണ്ടും സ്റ്റാറ്റസിലെത്തിക്കാൻ 3 മാസമെങ്കിലും വേണം ശരിക്കും, വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ. അപ്പൊ അങ്ങനെ വേറെ സിസ്റ്റം സാധിക്കാത്ത നമുക്ക് സജസ്റ്റിനോട് മനസ്സിലാക്കി പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ധരിപ്പിച്ചാൽ അവര് നിന്ന് തരും. അപ്പൊ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഒബ്സ്ട്രക്ഷൻ ഓഫ് ഇൻഡ്യൂസ് അസെഷൻ പോലെ വലിയ ഫ്യൂക്കൽ മാറ്റർ വന്ന് അടച്ചു പോയിട്ട് പ്ലാറ്റസും ഇല്ല, കുറച്ചു കഴിയുമ്പോൾ ഫ്യൂക്കൽ ഒമിറ്റിംഗ് പോലുള്ള പതോളജി ഉള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ, കൊളഞ്ചിയോ കാഴ്സിനോമയിലൊക്കെ പ്ലംബമെറ്റ് നമ്മൾ 2x 3x ആണ് ട്രൈച്ചുറേഷന് കൊടുക്കണം. ഗുണം കിട്ടിക്കഴിയുമ്പോൾ തെറപ്പി കൊടുക്കാറുണ്ട്. റൂട്ട ജോണ്ടിസ് ആഫ്റ്റർ സ്പ്രെയിൻ ടു ലിവർ ഓർ അഡ്ജസന്റ് പാർട്ടിൽ സ്പ്രെയിൻ വന്നിട്ടുണ്ടാകണ ലിവർ ഡിസീസ്. ക്ഷീണം, ഭയങ്കര ക്ഷീണവും ലാസിറ്റ്യൂഡും, പ്രൊലാപ്സ് വിത്ത് എവരിസ്റ്റു, പ്രൊട്രൂഷൻ റെക്ടം ആൻഡ് സ്റ്റൂപ്പിംഗ്, ബാക്ക് പെയിൻ റിലീഫ് ബൈ ലൈങ് ഓൺ ബാക്ക്. അതാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ സ്പൈനൽ ഡിസീസിലാണെങ്കിലും എനിക്ക് ഈയിടെ ഒരു ന്യൂറോജനിക് ബ്ലാഡർ വന്നു ഒരു കേസ്. അത് മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ന്യൂറോജനിക് ബ്ലാഡർ വന്നു. ഞങ്ങളുടെ ക്യാമ്പിൽ, സൗജന്യ ചികിത്സാ ക്യാമ്പിൽ വന്ന ഒരു കേസാണ്. ഒത്തിരി ദൂരെ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്, 22 വയസ്സേ ഉള്ളൂ. ശരിക്കും നമ്മുടെ ഒരു കാൽക്കാരിയ കാർവിന്റെ ഒരു ഫെയർ ഗ്രൂപ്പിൽപ്പെട്ട ഒരു കുട്ടി. അതായത് ഡെയിലി 3-4 പ്രാവശ്യം എവിടെയെങ്കിലും പോകുമ്പോൾ കത്തീറ്റർ കൊണ്ടുപോയിട്ട് യൂറിൻ ആർട്ടിഫിഷ്യലി റിമൂവ് ചെയ്യുക. അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അൺമാരീഡ് ആണ്, കോളേജിൽ പഠിക്കുക, BSc മറ്റൊരു സെക്കൻഡറിൽ പഠിക്കുക. നമ്മൾ അതിന്റെ കേസ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് റിട്ടൻഷനാണ്. അപ്പൊ അതിനകത്ത് പറയും ന്യൂറോജനിക് ബ്ലാഡർ ഡ്യൂ ടു ദി ഇഞ്ചറി ടു ലംബാർ 3, 4, 5. അവിടെ ലംബാറിൽ വന്നിട്ട് നമ്മള് ഇതിന് ബ്ലാഡറിന് സപ്ലൈ ചെയ്യുന്ന നെർവ് പാരലൈസ്ഡ് ആയിപ്പോയി. ആ പാരലൈസ്ഡ് ആയിട്ടുള്ള നെർവ് സപ്ലൈ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടാണ് മറ്റ് മോഡേൺ മെഡിസിൻ ഒന്നും ചെയ്യാതെ പറ്റി ട്യൂബ് ഇടാൻ പറഞ്ഞത്. നമ്മൾ അതിന്റെ കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയത് സിവിയർ ബാക്ക് പെയിൻ ഉണ്ട്. ആ ബാക്ക് പെയിൻ ഗെറ്റ് റിലീഫ് ബൈ ലൈങ് ഓൺ ബാക്ക്. വേറെ ഒരു പൊസിഷനിലും പറ്റത്തില്ല. ഒരു ഇഞ്ചുറിയുടെ കേസ് ഉണ്ട്. ഞങ്ങൾ അതിന് കൊടുത്ത് റൂട്ട 1 ഒരു ഡോസ്. പിന്നെ നെർവ് സ്ട്രെച്ചിങ്ങിന് നമ്മൾ കൊടുത്ത സ്ട്രെച്ചിനും ഗുളിക 3 ഗുളിക 3 ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ട്യൂബ് ഇല്ലാതെ യൂറിൻ പോകാൻ തുടങ്ങി. ഇപ്പൊ ഒരുവിധ പരിധി വരെ. അത് കഴിഞ്ഞിട്ട് അതിനുണ്ടായ ഒരു കുഴപ്പം, അതിന് നിന്നാലേ മാത്രമേ യൂറിൻ പോകത്തുള്ളൂ, ഇരുന്നാൽ പോകത്തില്ല. പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു വിഷമമായി. ഞങ്ങൾ അതിന് സരസപ്പറലയ കൊടുത്തത് വളരെ എഫക്റ്റീവ് ആയിട്ട് പോയി, വളരെ ദോഷമില്ലാതെ ഇപ്പൊ പോകുന്നുണ്ട്. കുറച്ചിപ്പോ വെയിറ്റ് ചെയ്താൽ യൂറിൻ നല്ലപോലെ പോകും. ചിലപ്പോൾ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും. നമ്മൾ അതിന്റെ പ്രോഗ്രസ് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വി ക്യാൻ അപ്ലൈ ദിസ് ക്ലൂ ഓഫ് റൂട്ട അറ്റ് എനിവേർ വി വാണ്ട് ടു sustains the injured effect of the nervous system by these symptoms. Okay, Stellaria, liver, enlarged liver, swollen with psoriasis and rheumatism കൂടെ കൊടികുത്തി വാഴുമ്പം
മോഡേൺ മെഡിസിൻ അല്ലെങ്കിലും ഒക്കെ ഒത്തിരി മരുന്ന് കൊടുത്ത് HSQ പോലുള്ള ഗുളികയൊക്കെ കൊടുത്തിട്ട് വരുന്ന ഒരു ലിവർ ഡിസീസിൽ സ്റ്റെലേറിയ മീഡിയ ഭയങ്കരമായിട്ട് എഫക്റ്റീവാണ്. അതിന് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അതിന്റെ കൂടെ ലിവർ ഡിസീസ് ആഫ്റ്റർ ദീസ് ടു പ്രതിഭാസം, ഈ രണ്ട് അസുഖം വന്ന് ലേറ്റർ ഓൺ ലിവർ ഡിസീസ് വരുന്നവരിൽ ക്ലേഡ് സ്റ്റൂൾ, ടോർപ്പിഡ് ഡ്യൂഡ്, ഓൾട്ടർനേറ്റിംഗ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറി. അപ്പൊ ആ കേസിൽ നെക്സോമിക് ആന്റിഗ്രൂഡം പോലെ നമ്മൾ ട്രൈ ചെയ്യാതെ സ്റ്റെലേറിയ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണം കിട്ടും. ക്രോണിക് റുമാറ്റിസ് ആൻഡ് സിറോസിസ് ലിവർ, സോറിയാസിസ് ആർത്രൈറ്റിസ്. അപ്പൊ അത്രയും പതോളജി. അപ്പൊ നമ്മളുടെ ഒത്തിരി മെഡിസിൻ മൾട്ടി സിസ്റ്റം ഫെയിലുവറിൽ, അഡ്വാൻസ്ഡ് 4th സ്റ്റേജ് ഓഫ് ക്യാൻസറിൽ നമ്മളൊരു ചെറിയ കുശാഗ്ര ബുദ്ധിയോടുകൂടി നമ്മുടെ മെറ്റീരിയൽ മെഡിക്കുക, കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്താൽ നമുക്ക് ഒത്തിരി സർവൈവൽ റേറ്റ് കൂട്ടാനും പ്രൊഗ്നോസിസ് നല്ലതാക്കാനും ഒത്തിരി പേരുണ്ടാക്കാനും എല്ലാം ഈശ്വരൻ തന്ന ഒരു കൃപയാണ് ഹോമിയോപ്പതിക് സിസ്റ്റം, കമ്പാരിറ്റീവ് മെറ്റീരിയൽ മെഡിക്കയുടെ സ്റ്റഡി. അപ്പൊ ഞാൻ ഈ മൂന്നാമത് ഈ ക്ലാസ്സിൽ വരാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വഴിയിലിട്ട് പോകണ്ടല്ലോ. നിങ്ങൾ എന്നെ കേട്ട കുറെ പേരുണ്ട് സ്ഥിരം. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്. ഡോക്ടർ ജയചന്ദ്ര ബാബു, ഡോക്ടർ സുന്ദരം ഒക്കെ ഇങ്ങനെ എന്നെ വിളിക്കും, പറയും. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒരു ക്ലാസ് കൂടെ ഇത് കൺക്ലൂഡ് ചെയ്ത് നിർത്താമെന്ന് കരുതിയത്. ഏതായാലും സന്തോഷമുണ്ട്. ഇനി കുറച്ച് മരുന്നൂടെ ഉള്ളൂ, സ്റ്റില്ലിഞ്ചിയ. Torpor of lymphatic torpid liver with jaundice and constipation with rheumatism and asthma. അപ്പൊ മൾട്ടിപ്പിൾ ആസ്മ, റൂമാറ്റിസം, ലിംഫാറ്റിക് കൺജഷൻ ആൻഡ് ജോണ്ടിസ്. ടോർപ്പർ, ലിവറിന്റെ സൈസ് മാറി ഹാർഡായി, ഇറഗുലർ സർഫസ് ആയി. അപ്പൊ ഇത് ഈ കണ്ടീഷൻ നമുക്ക് എവിടെ കിട്ടും? സാധാരണ ലൂക്കീമിയ വരുന്ന പേഷ്യന്റിൽ ഈ ലിംഫാറ്റിക് സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആയിട്ട്, ഇറഗുലർ ആയിട്ട്, അവിടെ മരുന്ന് എന്താ, ലിവറിന്റെ എൻസൈംസ് പുറത്തോട്ട് കൊടുക്കേണ്ടത് പുറത്തോട്ട് പ്രോപ്പറായിട്ട് പോകാതെ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകണം. റിട്ടേൺ പതോളജിയാണ് സ്റ്റില്ലിഞ്ചിയയിൽ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ആസ്മയ്ക്ക് പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിച്ചാൽ, റുമാറ്റിസത്തിൽ അനാബോളിക് സ്റ്റിറോയിഡ് പോലുള്ള ഒത്തിരി വേദന സംഹാരം ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുന്ന ജോണ്ടിസിനും ലിവർ സിറോസിസിനും ബാക്കി പതോളജിക്കും സ്റ്റില്ലിഞ്ചിയ ഒരു സ്പെസിഫിക് മെഡിസിൻ. സൾഫർ ജോണ്ടിസ് വിത്ത് കോളിക് ആഫ്റ്റർ ഡ്രിങ്കിങ്. ടെറാക്സിക്കം, enlarged and indurated liver, jaundice, cholelithiasis, sensation of bubbles bursting in the abdomen. ബബിൾസ് അതൊരു റെയർ പെക്യുലർ സിൻഡ്രോം ആണ് ടെറാക്സിക്കത്തിന്. ഈ ബബിൾ ഇങ്ങനെ വാണം ഇങ്ങനെ കുളു എന്ന് വന്നിട്ട് പൊട്ടി ആ പേഷ്യന്റ് ഇങ്ങനെ തന്നെ വരും. ബബിൾ ബേസ്റ്റിംഗ് ഇൻ അബ്ഡമൻ, കോൺസ്റ്റിപ്പേഷൻ, ടിബനൈറ്റിസ്, CA ബ്ലാഡർ, മാപ്ടൽ. ഇപ്പൊ CA ബ്ലാഡറിലും നമുക്ക് ഈ ബബിളിംഗ് സെൻസേഷൻ ഉണ്ടാകും. പിന്നെ CA ബ്ലാഡറിൽ ടെറാക്സിക്കത്തിന് ഇതിന് രണ്ടിലും ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മ്യൂക്കസ് ഹൈപ്പർ പ്ലേഷ്യ ഉണ്ടാകുക. ഈ ടെറാക്സിക്കത്തിന്റെ ഒരു പതോളജി ലിവറിലായാലും ബ്ലാഡറിലായാലും മ്യൂക്കസ് എൻഡോമെട്രിയത്തിന്റെ ആ ഓർഗന്റെ എൻഡോമെട്രിയൽ മ്യൂക്കസ് ഔട്ട്ലെറ്റിൽ തിക്നെസ് ഉണ്ടായിട്ട് ഓർഫീസ് അടഞ്ഞു പോകുന്ന പതോളജിയാണ് ടെറാക്സിക്കത്തിന്റെ പതോളജി. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എഴുതി മരുന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്കാൻ റിപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്കത് ഞാൻ പഠിച്ചു വെച്ച് എത്ര രസമാണ്. ഇങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് ഒരു ഉത്സവം പോലെ നമുക്ക് ആഘോഷിച്ച് ചികിത്സിക്കാൻ പറ്റും. പേഷ്യന്റിനും ഗുണം കിട്ടും. അപ്പൊ പറയും, ഞങ്ങള് മറ്റു ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പിച്ച്, ഡോക്ടർക്ക് ഒരു കൂസലുമില്ല, ഡോക്ടർ എടുത്തല്ല ഇത്. ഡോക്ടർ എത്ര സന്തോഷമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്ത്, ഞങ്ങൾക്ക് അതിന്റെ ഗുണവും കിട്ടിയല്ലോ, ഹൗ യു ക്യാൻ, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു, നമ്മൾ മെറ്റീരിയൽ മെഡിക്കൽ അറിയാമെങ്കിൽ നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസ് വെച്ചിട്ട് ഈ ക്ലൂ കിട്ടുമ്പം നമുക്കത് അതിന്റെ ബാക്കിയൊക്കെ സന്തോഷമായിട്ട് ബാക്കി കുശലമൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ മരുന്ന് കൊടുക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് സാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് കമ്പാരിറ്റീവ് മെറ്റീരിയൽ മെഡിക്കൽ. ഓക്കെ, ദെൻ ടുക്രിയൻ, ജോണ്ടിസ്, unnatural appetite, omitting of large quantities of dark green masses. ഡാർക്ക് ഗ്രീൻ മാസസ് ഒമിറ്റ് ചെയ്യുന്ന ചിൽഡോണിയത്തിന്റെ മെരിക്കയൊക്കെ പോലെ
പ്രോട്ടാലസ് ഓർഡസ്, എലാപ്പിസ് കോറിലൊക്കെ ഡാർക്ക് ബ്ലഡി വൊമിറ്റിങ്, ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ടുക്രിയം മാർവത്തിൽ വിത്ത് ഹിക്കപ്പ് ഓൺ ഈറ്റിംഗ്, അൺനാച്ചുറൽ അപ്പറ്റൈറ്റ്. അപ്പൊ അഡ്വാൻസ് പതോളജിയിൽ അൺനാച്ചുറൽ അപ്പറ്റൈറ്റ് വരുന്ന 5-6 മെഡിസിൻസിൽ ഒരെണ്ണം ടുക്രിയ. Then vanadium metathetroma in liver, also brain, liver degeneration. അപ്പോൾ ആത്രോമയിൽ വനേഡിയം മെറ്റിന് ചിലപ്പോൾ നമുക്ക് കിട്ടും. വേറെ അസുഖങ്ങളൊക്കെ പാത്രോമ ലിവർ വരും. അതിപ്പോ ഒന്നും ചെയ്യാനില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ആത്രോമ ഇപ്പൊ ബ്രെയിനിലായാലും അബ്ഡമനിലായാലും വനേഡിയം മെറ്റ് നല്ല മെഡിസിൻ. ജോണ്ടിസ് വിത്ത് ഫീവർ, ലിവർ എൻലാർജ്ഡ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ്, പൈപ്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൈറ്റ് ബാൻഡേജ് അഗ്രവേഷൻ ആയിരിക്കും, വീനസ് കൺജഷൻ കാണും, കാർപ്പറ്റ് മെഡുസ എന്ന് വെച്ചാൽ വയറിന്റെ പുറത്ത് ഭയങ്കരമായിട്ട് വെയിൻ തടിച്ചിരിക്കും, വെപ്രയുടെ മറ്റേ ഹാങ്ങിങ് ഡൗൺ അഗ്രവേഷൻ ആയിരിക്കും, ഫീവർ ലിവറിൽ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമയിൽ പലപ്പോഴും റിക്കറന്റ് ആയിട്ട് ഫീവർ വരും. അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 3 മെഡിസിനിൽ ഒന്നാണ് വൈപ്പറ, 2 നെക്ടാന്തസ്, 3 പൈറോയിനുണ്ട്. ഇതിനകത്ത് എത്ര വലിയ പനിയാണെങ്കിലും എന്ന് വെച്ചാൽ ബ്രോഡ് സ്പെക്ട്ര ആന്റിബയോട്ടിക്സ് നിൽക്കാത്ത പനി പോലും 2-5 ഡേയ്സ് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെറ്റ്മക്ക് ലിവർ, നാട്രമോറാൻ ലൈക്ക് നെറ്റ്മക്ക് പോലെ ഇരിക്കുന്ന ലിവർ. അത് പ്രത്യേകിച്ച് ഒരു പ്രതിഭാസമുണ്ട്. നമ്മുടെ ഈ പാൻ ഓവേറിയൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അൾട്രാസൗണ്ട് ചെയ്യുമ്പം ഓവറിയിൽ സിസ്റ്റം ഉണ്ട്. അത് പാൻ ഓവേറിയൻ സിസ്റ്റം. ബോയിസ്റ്റ ഇസ് ദ ഓൺലി ആൻഡ് ബെസ്റ്റ് മെഡിസിൻ. അപ്പൊ ആ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടുള്ള അവരുടെ അനൗൺസ്മെന്റ് തന്നെ, അവരുടെ ഡയഗ്നോസ് തന്നെ നമുക്ക് കൊള്ളുക. അതുപോലെ തന്നെ നെറ്റ്മക്ക് ലിവർ, നാട്രമോറ ലൈക്കോപീഡിയ, നാട്രമോറ സൈക്കോട്ടി, മറ്റേ സൈക്കോസ്മറി. നെറ്റ്മക്ക് എന്ന് പറഞ്ഞാൽ പ്രതിഭാസം തന്നെ സൈക്കോട്ടിസം ആണല്ലോ. അപ്പം ഈ 2 മെഡിസിനാണ് ഏറ്റവും കൂടുതൽ വരണം. കനലൈസേഷൻ ആൻഡ് ഡ്രെയിനേജ് ഓഫ് ലിവർ. കനലൈസേഷൻ മീൻസ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിനെ കറക്റ്റ് ചെയ്യുന്ന 2-3 മെഡിസിനാണ് കാർഡസ്, ചിൽഡോണിയം, കൊളസ്റ്റിനൽ, ലൈക്കോ, ഫോസ്ഫറസ്, സെറാക്സിക്കം. ദെൻ ഇതിന്റെ ബാക്കിയായിട്ടുണ്ടാണ് ലിംഫിഡിമ. അപ്പൊ ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജ് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു, ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നു. ലിംഫാറ്റിക് കോസ് കൊണ്ടുണ്ടാകുന്ന ഒരു ടാരാക്സിയത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇന്റേണൽ മ്യൂക്കസ് മെമ്പറൈൻ ഔട്ട്ലെറ്റ് ഉള്ള എല്ലാ ഓർഗന്റെ അകത്ത് അത് തടിക്കുക. ഈവൻ നമ്മളുടെ റെസിഡുവൽ ലിവറും കൂടുമ്പം വെസൈക്കൽ തിക്നെസ് കൂടിയിട്ട് റെസിഡുവൽ ലിവർ കൂടുമ്പോൾ പോലും ഈ ടെറാക്സിക്കത്തിന് ഒത്തിരി നന്മയുണ്ട്. ലിംഫഡിമ ഒരു പ്രത്യേക പ്രതിഭാസം. നമുക്ക് ഈ ബ്രസ്റ്റ് ഓപ്പറേഷൻ കഴിയുമ്പോൾ കയ്യിൽ വരുന്ന ലിംഫഡിമയ. അതില് ലിംഫഡിമ ലിവർ ഡിസീസിൽ കാലില് ഹാർഡൻഡ് ആയിട്ട് പിറ്റോൺ പ്രഷറും പിറ്റ് ചെയ്താൽ അത്രയും ഹാർഡായിട്ട് ബോത്ത് ബൈലാറ്ററൽ ആയിട്ട് വരും, സിംഗിൾ ആയിട്ട് വരും. അതിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് കൊടുക്കാവുന്ന ബിഫോറാന, തൂജ, എബിസ്നാഗ്ര, ലഡ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ട്രീറ്റ് ചെയ്യുന്നവർക്ക് ഒരു വരദാനമാണ് പാരാബെൻസോയിക്വിനൈൻ. ഇറ്റ് ഈസ് എ ലേറ്റസ്റ്റ് റിസർച്ച് മെഡിസിൻ. പക്ഷെ നമുക്കിവിടെ കിട്ടാൻ വിഷമമാണ്. ഞങ്ങളത് ഹീലിയോൺ ബാർമായിന്ന് ജർമ്മനിയിലല്ല, എക്സാക്റ്റ് ആയിട്ട് വേറൊരു സ്ഥലമാണ്, അവിടുന്ന് റേഞ്ച് വഴി മേടിച്ചാണ്. വളരെ എഫക്റ്റീവ് ആണ്. അതിൻ്റെ കൂടെ കെൽമക്കും പാരാബെൻസോക്കനൈൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. നമുക്ക് ബെൻസോക്കനൈൻ വേറെ മെഡിസിൻ ഉണ്ട്. ബെൻസോക്കനൈൻ്റെ ഒക്കെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രക്റ്റീവ് പതോളജി വരിക. ലുക്കീമിയയിലായാലും ലിവറിലായാലും ഒക്കെ നമുക്ക് കൊനൈൻ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ, ബെൻസോക്കനൈൻ, പാരാബെൻസോക്കനൈൻ, ഹെപ്പറ്റോമിഗാലി വിത്ത് സ്പ്ലീനോമിഗാലി, മൈലോയിഡ് ലൂക്കീമിയ, കോറിഡിയാലിസ്. ഇപ്പൊ മൈലോയിഡ് ലൂക്കീമിയ ആയാലും ഹെപ്പറ്റോമിഗാലി, സ്പ്ലീനോമിഗാലി വരാം. അതിന്റെ കൂടെ എന്താ കോറിഡാലിസിന്റെ ഒരു പ്രത്യേകത? ക്യാൻസർ കച്ചക്സിയ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്കയിൽ ഏറ്റവും കൂടുതലുള്ള 2 മെഡിസിനാണ് കോറിഡാലിസും ഫോങ്നാനും. ഫോങ്നാനിന് ബ്ലീഡിങ് ഉണ്ട്. അപ്പൊ കോറിഡാലിസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വിശപ്പ് കൂട്ടി വെയിറ്റ് കൂട്ടും.
കൊറിഡാലിസ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ക്ഷീണവും കുറയും. ബേണിംഗ് പെയിൻ, ഇയോസിൻ ഫോർ പെയിൻ. ഈ ക്യാൻസർ കച്ചക്സിയ വിത്ത് ബേണിംഗ് പെയിൻ, ഇയോസിൻ 104 PM. വളരെ ഒത്തിരി മെഡിസിൻ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഗുണം കിട്ടാതിരുന്ന വെച്ചാൽ നമ്മുടെ ബേണിംഗ്, ആർസനിക്, സൾഫർ, ടെറാക്സിക്കം, സീക്കലി, കോറ, അതിന്റെ എല്ലാ ഇൻഡിക്കേഷനും വെച്ചിട്ട് ഗുണം കിട്ടാതിരുന്ന കേസിൽ നമ്മള് ഫറോക്ക് മാസ്റ്ററുടെ ഒരു റെഫറൻസിൽ നമുക്ക് കിട്ടിയ ഒരു മെഡിസിനാണ് ഇയോസിൻ. ഇയോസിൻ അന്ന് തന്നെ ഞങ്ങൾ വരുത്തി, ഇയോസിൻ കൊടുത്ത് ഭയങ്കരമായിട്ട് ഗുണം കിട്ടി. വർഷങ്ങളോളം അവർ സഫർ ചെയ്തിരുന്ന ബേണിംഗ് പെയിൻ, ക്യാൻസർ യൂട്രസിന്റെ അഡ്ജസന്റ് ലിംഫഡിമയുടെ കൂടെ ഉണ്ടായിരുന്ന ബേണിംഗ് പെയിൻ നല്ല റിസൾട്ട് കിട്ടി. CA liver, met to brain with the changes of behavior and loss of consciousness. അതാണ്. അപ്പൊ നമ്മൾ 4th സ്റ്റേജ് ഓഫ് ക്യാൻസറിൽ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയുന്ന അവസ്ഥയുടെ തെറാപ്പറ്റിക്സിലോട്ട് നമ്മൾ കടന്നു. ഹെപ്പാറ്റിക് എൻസെഫലോപ്പതിയിൽ നമുക്ക് ആക്ട് ചെയ്യുന്ന വലിയൊരു മെഡിസിനാണ് എലിബറസ്നേർ. ഹെപ്പറ്റൈറ്റിസ് സി, HCCയിൽ ഒരു വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അബോധാവയത്തിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടൊക്കെ വരുന്ന ഒത്തിരി കേസസ് ഉണ്ടാകും. ഒരു കാലം വരെ നമുക്ക് അതിനകത്ത് ഫെയിലുവർ ഉണ്ടായിരുന്നു. കാരണം മോഡേൺ മെഡിസിൻ ഉപയോഗിച്ച് അവർ സെഡേറ്റീവ് ഒക്കെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്തത് പോക്കാണെങ്കിൽ അങ്ങനെ ആ അവസ്ഥ തരണം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഫെയിലുവർ കുറവാണ്. ലോസ് ഓഫ് കോൺഷ്യസിലും അബ്നോർമൽ ബിഹേവിയറിലും അതില് നേരത്തെ പറഞ്ഞ തെറാപ്പറ്റിക്സ് നമുക്ക് ഉപയോഗിക്കാം. കാലികാർവിൽ വസ്ത്രം അഴിച്ചു കളയും. എലിബറസ്, അതിൽ ഒരു മെഡിസിൻ എലിബറസ് നേച്ചറാണ്. ബ്ലീഡിങ് ഓഫ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഹോങ്നാൻ വെയിറ്റ് കൂട്ടും, വേദന കുറക്കും, ബ്ലീഡിങ് നിർത്തും. ലാർജ് ലിവർ വിത്ത് സ്റ്റോൺ ആൻഡ് ക്യാൻസർ, ഹൈഡ്രാസ്റ്റിസ് 0.3 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. അസൈറ്റിസ് ഫ്രം CA liver, കൊർക്കസ് ആൻഡ് റവാൾഫിയ 3C കൊടുക്കേണ്ടത്. മറ്റേതിലൊന്നും ഗുണം കിട്ടത്തില്ല. ഈ ഒത്തിരി നമ്മൾ അസൈറ്റിസ് ഉണ്ടല്ലോ, ഒത്തിരി കോസ് കൊണ്ടുള്ള അസൈറ്റിസ് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും നമ്മൾ അപ്പോസൈനും കൊടുക്കാൻ ഗുണം കിട്ടുന്നില്ല. അപ്പൊ അസൈറ്റിസ് വിത്ത് CA liverൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന കൊർക്കസ് ഗ്ലാൻഡിസും റവാൾഫിയ 3C ആണ്. ഒരു പരിധി വരെ നമുക്ക് ലാസിലാക്ടോൺ, ലാസിക്സിനെ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നു. ക്യാൻസർ ലിവർ വിത്ത് എക്സ്ട്രീം പെയിൻ ആൻഡ് ടെൻഡർനെസ്, ക്രോപ്ലേറിയ നോഡോസ. ഇറ്റ്സ് എ syphilitic medicine commonly used in granular cancers. We can also try in cancer liver with extreme pain and tenderness. Scropular node, ഇതിനകത്ത് നമ്മൾ ബ്രസ്റ്റിനൊക്കെ 3C-യും 3X-ഉം ഒക്കെ കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 200 10 വരെ കൊടുക്കും വിത്ത് ലോ INR. ഇപ്പൊ ലിവർ പതോളജിയിലെ ലിവർ ഡിസീസിൽ ഏറ്റവും വലിയൊരു പ്രശ്നം പ്ലേറ്റ്ലെറ്റ്സ് കുറയുക. എക്സ്റേ ഈസ് എ വെരി ഗുഡ് മെഡിസിൻ ഫോർ ലോ INR. Improving the liver function, the liver failure, fenugreek. Fenugreek is a new generation medicine. It is prepared in St. George Homeo Pharmacy, Mangalore. It's a very good for improving the liver function. അപ്പോൾ ലിവർ ഫംഗ്ഷനിൽ HUT, SGPT ഒക്കെ മോശമായി കിടന്നു. ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ എല്ലാം ഇപ്പൊ അറിയാലോ. അപ്പൊ നമുക്ക് അതൊന്ന് പിടിച്ചു നിൽക്കാൻ ഫെനുഗ്രീക്ക് നല്ലതാണ്. ഫെനുഗ്രീക്ക് ഇറ്റ്സ് ഒരു അന്റാസിഡ് ആണ്. മോഷൻ പ്രൊമോട്ട് ചെയ്യും, അപ്പിറ്റൈറ്റ് കൂട്ടും, റെഡ്യൂസ് ദ സൈസ് ഓഫ് ട്യൂമർ. അപ്പൊ വലിയ സൈസാണ്. അപ്പൊ അസപ്പിറ്റഡ് ഈവൻ യൂട്രസിൽ തന്നെ ഫൈബ്രോയിഡ് വലിയ സൈസ് ആണെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ചില മെഡിസിനകത്തൊക്കെ പറയുന്നുണ്ട്, കൽക്കരി ഫ്ലോറിലൊക്കെ പറയുന്നുണ്ട് എൻ്റയർ വയർ ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് അസപ്പറ്റിഡ 3C നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്താല്, അതുപോലെ തന്നെ സിനമോണിയം 3C ഓർ സിനമോണിയം ടിഞ്ചർ ആദ്യം കൊടുക്കുക. നമുക്ക് ഈ സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് ഒന്ന് കാണിച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പലരും സൈസ് സ്കാൻ ചെയ്യുമ്പോൾ വലുതാകുമ്പോൾ അവർ നിൽക്കത്തില്ല. അപ്പൊ അതിൽ ഈ ടൈപ്പ് ഓഫ് മെഡിസിന് വളരെ വളരെ പ്രസക്തമുണ്ട്. ടു പ്രിവെന്റ് ദ മെറ്റാസ്റ്റൈസിസ്, ഗ്രാവിയോള ഒഫിഷ്യനാലിസിസ്, മെലാൻഡനം പോലെ, സെറനം പോലെ,
കാർസിനോസിൻ പോലെ ഗ്രാവിയോള ഒഫിഷ്യനാലിസ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റാസ്റ്റൈസിസ് പ്രിവെന്റിങ് മെഡിസിനാണ്. ദെൻ കഷോട്ട്. നോക്കിയേ, ഞാൻ ഈ പറഞ്ഞതെല്ലാം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് ഞാൻ കോരിത്തരുക, അത്ര എളുപ്പത്തില്. ഇതിൽ കൂടുതലൊരു വർക്ക് ഇതിനകത്ത് ചെയ്യാനില്ല. അപ്പൊ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഒരു ലിവർ സ്പെഷ്യലിസ്റ്റ് ആകണം. അതാണ് നമ്മുടെ ഒരു സ്വപ്നം. അതൊക്കെ സാധിക്കുമെന്ന് വിശ്വസിക്കട്ടെ. അട്രോഫി റെമഡീസ്. അപ്പൊ അട്രോഫീസ് ആണെങ്കിൽ ബാക്കിയുള്ള മെഡിസിനൊക്കെ നമുക്ക് കളയാം. ഇത് ഞാൻ വർണ്ണിക്കേണ്ട കാര്യമില്ല. യു ക്യാൻ സീ ആൻഡ് ടേക്ക് എ ഫോട്ടോഗ്രാഫ്. എടുത്തോട്ടെ? ഫോട്ടോ എടുത്താ? ഓ ഫൈൻ. ഒന്നുകൂടെ കാണാം. ഒന്നുകൂടെ. ഓറം മെറ്റുവേഷനിലാണെങ്കിൽ ഓറമായിട്ട് ഓറമെറ്റ് തന്നെ ഉണ്ട്. പക്ഷെ ഓറമെറ്റിന്റെ ബാക്കി ലിവർ കാര്യങ്ങളൊന്നുമില്ല. ലിവർ ഡിസീസ് മാത്രമാണെങ്കിൽ ഓറമോറുണ്ട്. ഓറമോറിന് ആട്രേറ്റും ഇല്ല, ഓറമോറേ ഉള്ളൂ. കാസ്കര, സാഗര, ചൈന, പ്രിക്ടോറി, ആസിഡ് ഫ്ലോറ്, മെർസോള്, ദെൻ ഹൈപ്പർട്രോഫി. കാർഡസ് രണ്ടിലും കൊടുക്കാം നമുക്ക്. ഓക്കെ. എല്ലാവർക്കും ലിവർ, മദ്യപിക്കുന്നവരിലുണ്ടാകുന്ന എല്ലാവർക്കും ലിവർ. ഹൈപ്പർട്രോഫിയും എല്ലാർജും തമ്മിൽ ചെറിയ പതോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. മറ്റത് ഹാർഡൻഡ് ആയിരിക്കും. ഇത് സൈസ് മാത്രമേ വലുതാകൂ. രണ്ട് പതോളജിയാണ്. ഇതൊരു സോറിക്കും സിബിലിറ്റിക്കും കൂടെ ആകാം എൻലാർജ്മെന്റിൽ. മറ്റേ പ്യുവർലി സൈക്കോട്ടിക് ആയിരിക്കും ഹൈപ്പർട്രോഫിയുടെ എന്ന് പറയുന്നത്. എല്ലാത്തിനാണ് ഹാർഡ് പറഞ്ഞത് സാറ്? എല്ലാവർക്കും അല്ല. ഹൈപ്പർട്രോഫിയുടെ എന്ന് പറയുന്നതിനകത്താണ് ഹാർഡ്നെസ് പറഞ്ഞത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യം കൊണ്ട് വലിപ്പം ഉണ്ടായത്. ടോർപിഡ്. ഈ വർണ്ണനയൊക്കെ നമുക്ക് അൾട്രാസൗണ്ടിലോ MRIയിലോ ഒക്കെ കിട്ടും. ബാക്കി നമ്മുടെ പണി അതൊന്ന് ഗ്രൂപ്പ് തിരിച്ചാൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ടോർപിഡാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പഴയ പോലെ അല്ല. ഇപ്പം കുറച്ചുകൂടെ നമുക്ക് ഗുണകരമായിട്ടാണ് മെഡിക്കൽ സയൻസ് ഒക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റഡിക്കും പ്രസക്തിയുണ്ട്. ദെൻ ക്യാൻസർ. മാലിഗ്നന്റ് ജോണ്ടിസ്. ഒരു സോറോ ട്യൂബർക്കുലർ ആർസനിക് ആൽബം, പ്യുവർലി സിബിലിറ്റിക് ക്രോട്ടാലസ് ഹോർഡസ്, അതിന്റെ തന്നെ സൈക്കോസോറിക് ലാക്ടസിസ്, മെർസോള്, ഫോസ്ഫറസ്. 4-5 കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചാൽ മാലിഗ്നന്റ് ജോണ്ടിസ് വി ക്യാൻ ട്രീറ്റ് വിത്ത് പ്രൊമോട്ടിങ്, ബയൽ പ്രൊമോട്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ പിന്നെ ലിവർ ഡിസ്ട്രക്ഷൻ കൊണ്ടാണോ, ഒബ്സ്ട്രക്ഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ അതിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള കോളിഞ്ചോ കാർസിനോമ പോലുള്ള കാര്യങ്ങളിലാണോ, ഇല്ലെങ്കിൽ ഒരു ബയൽഡക്റ്റിൽ ഒബ്സ്ട്രക്ഷൻ ആണോ, അല്ലെ ലാസ്റ്റ് ഇസോഫാഗൽ വേരിസിന്റെ റപ്ചർ കൊണ്ടുണ്ടാകുന്ന ദോഷം, റപ്ചറിന് ശേഷം അല്ല കോട്ടറൈസേഷൻ ഒക്കെ ചെയ്താൽ തന്നെ അവിടെ ഉണ്ടാകുന്ന കാലസ് ഫോർമേഷൻ കൊണ്ട് നമ്മുടെ ഈ ബയൽ ഫ്ലോ ഫ്രീ അല്ലെങ്കിലും ഈ അവസ്ഥ വരാം. അതൊക്കെ പതോളജി നോക്കി മെഡിസിൻ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും. ഇൻഫന്റൈൽ ജോണ്ടിസ്. എന്താ ഈ വ്യത്യാസം? ശരിക്കും ചമോമിലാടെ മൈൻഡ് ലൂപ്പിലസ്, മദ്യപിക്കുന്ന അച്ഛന്റെ അമ്മയുടെ മക്കൾക്കുണ്ടാകുന്ന ഇൻഫന്റൈൽ ജോണ്ടിസ്. കരയുമ്പം ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യും ലൂപ്പിലസ്. മദ്യപിച്ചിട്ട് വിഡ്രോ ചെയ്യുമ്പോഴുള്ള വിറവലിന് ലൂപ്പിലസ് ഈസ് എ വെരി ഗുഡ് മെഡിസിൻ. കാര്യം സെർബെല്ലത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു സൈക്കോ
സിഫിലിറ്റിക് മെഡിസിൻ ആണ് ലൂപ്ലസ്. കാര്യം നമുക്ക് പലപ്പോഴും മദ്യപാനം നമുക്ക് നിർത്താൻ ചിലപ്പോൾ മെഡിസിൻ കൊണ്ടൊക്കെ പറ്റുമില്ലെങ്കിൽ ചെയ്യും. പക്ഷെ അതിന്റെ സെക്കൻഡറി എഫക്റ്റ് ആയിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസ് കൊണ്ട് പലരും വീണ്ടും മദ്യപിക്കും. ഭാര്യമാരൊക്കെ പറയും അത് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്, നടക്കാൻ പറ്റത്തില്ല 2 പെക്കിയിൽ. അതിന് നമുക്ക് ലൂപ്ലസ് വളരെ നല്ല പോലെ ഉപയോഗിക്കാം. എനിക്ക് ഒരു കേസിൽ, പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഗുണം ചെയ്തിട്ടില്ല, ഈ സ്പെർമാറ്റോസോമ അസോസ്പെറിമയിൽ ലൂപ്ലസ് കൊടുത്തപ്പം നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. അതാണല്ല ഹോമിയോപ്പതി. ഇപ്പൊ ലൂപ്ലസിന് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. പിന്നെ മെർസോളും മെർഡൽസിസ് തമ്മിലുള്ള വ്യത്യാസം, രണ്ടും സിഫിലിറ്റിക് മെഡിസിൻ ആണ്. രണ്ടും ബ്ലാക്കിഷ് ആണ്, പക്ഷെ കുറെ കൂടെ ഡീപ് ബ്ലാക്ക് മെർഡൽസിസ്. മെർസോളി സലൈവേഷനും ഡയറിയയും ഡിസെൻട്രിയും കൂടുതലായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഡ്രൈനെസ്സും ഡൾസിസ് എന്ന് പറയുന്ന ആ കോമ്പൗണ്ട് കയറുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന പ്രതിഭാസം എല്ലാം ഡ്രൈനെസ് ആണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് ഫ്ലോട്ടഡ്. സീക്കലിക്കോറിന്റെ കരിഞ്ഞ ചാരം പോലെ എന്നൊക്കെ പറയും പോലെയാണ്. ലാക്കസിന്റെ ബ്ലീഡിംഗ് ഇല്ല, ഡാർക്ക്, ഈ നമ്മുടെ എന്തുവാനും പറയുന്നത്, സ്ട്രോ കത്തിച്ച ഡാർക്കിഷ് ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആണല്ലോ അവരുടെ പൈൽസിന്. സ്പ്രേ ലൈക്ക് കച്ചി കത്തിച്ച വേസ്റ്റ് കിടക്കണ പോലെ കിടക്കുന്നവർ. അതുപോലെ ഒരു സാധനമാണ് മെർഡൽസിസ്. മിരിക്ക അൺനോട്ടീസ്ഡ് ഫ്ലാറ്റസ്. അതാണ് വലിയ ഒരു രാഷ്ട്രീയ നേതാവ്, മുമ്പ് മന്ത്രിയായിട്ട് MLA ആയിട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാല് നടക്കുമ്പോ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞ് നടക്കും. അത് വലിയ സൗണ്ടാണ്, അതിന് ഭയങ്കര ഒഫൻസീവ്നെസ്സും. അപ്പൊ അദ്ദേഹത്തിന് തന്നെ പിന്നെ ഒരു സൈക്കിക് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കും. രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കാവുന്ന വിധത്തിൽ വന്ന് മോഡേൺ മെഡിസിനിൽ അതിന് ഗുണം കിട്ടിയില്ല. ഞങ്ങളുടെ അടുത്ത് വന്നതാണ്. നമ്മൾ കൊടുത്തത് മെരിക്കാറ്റിഞ്ചറും റെസ്ക്ലാബ്ര 30 ട്വൈസ് ടൈം, ഒരു സൊറൈനും. ഒരു 2-2.5 മാസം കൊണ്ട് ഭയങ്കര പ്രശ്നമേ മാറി. ഇപ്പൊ അമേരിക്കയുടെ ഒരു സിംറ്റം അതാണ്, അൺനോട്ടീസ്ഡ് ഫ്ലാറ്റസ് വിത്ത് ഒഫൻസീവ് അപ്പിറ്റൈറ്റ് കൂടുതലായിരിക്കും. ലെഫ്റ്റ് ലോബി വർക്ക് ചെയ്യും. അപ്പം കോഡേറ്റ് ലോബ് ലിവർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രയോഗമുണ്ട്, ലെഫ്റ്റ് ലോബ് ഈസ് നോട്ട് വിസിബിൾ. റൈറ്റ് ലോബാണ് നമുക്ക് തപ്പിയാൽ കിട്ടുന്നത്. ഇത് ലെഫ്റ്റിലും കൂടി ഒന്നിച്ച് കട്ടയായിട്ടിരിക്കും. അതിന് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യണം മെരിക്കായും ടീലിയ ട്രൈഫ്ലോറയോ യുവാനാന്തസ്. യുവാനാന്തസിന് നമുക്ക് അറിയാലോ, അതിന്റെ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറോൾ കൂടും, ടോട്ടൽ കൊളസ്ട്രോൾ കൂടും, LDH കൂടും, HDL കുറയും, ലിവർ പതോളി വിത്ത്. പിന്നെ അതിന്റെ ജിയോനാന്തസിന്റെ മൾട്ടിപ്പിൾ ആക്ഷൻ, ക്രോണിക് ജോണ്ടിസ്. obstructive jaundice. താങ്ക് യു. ഞാൻ ഇതിനകത്ത് ചേർക്കാത്തതും പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് തരാം. നമുക്ക് ലോ ITP വരിക, ലോ ITP പ്ലേറ്റ്ലെറ്റ്സ് കൂടിയിട്ട് ബ്ലീഡിംഗ് ടൈം ക്ലോട്ടിംഗ് ലൈൻ വളരെ മോശമായി വരുമ്പോൾ ബ്ലഡ് ആണ് മോഡേൺ മെഡിസിനിൽ കയറ്റുന്നത്. നമുക്ക് അത് കറക്റ്റ് ചെയ്യാവുന്ന 2-3 സ്നേക്ക് മെഡിസിൻസ് ഒക്കെ ആണ്. ഒന്ന് ലാക്കസിസ്, ഒന്ന് ക്രോട്ടാലസ് ഓർഡസ്, ഒന്ന് വെപ്പറ. ഇത് ഒന്നും ശരിയായില്ലെങ്കിൽ നമുക്ക് ക്രോട്ടാലസ് കാസ്കവര എന്നും പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ ലാക്കസിസ് ലെഫ്റ്റ് സൈഡ്, ലാക്കസിന്റെ സിംറ്റംസ് തന്നെ റൈറ്റ് സൈഡിൽ വരുവാണെങ്കിൽ ക്രോട്ടാലസ് ഓർഡസ്. ഈ 2 സൈഡും വെച്ച് പേഷ്യന്റ് കിടക്കാൻ പറ്റും. പക്ഷെ പതോള ചെയ്യുകയാണെങ്കിൽ ക്രോട്ടാലസ് കാസ്കവര അതൊരു സ്നേക്ക് മെഡിസിനാണ്. അതിന്റെ മൈൻഡ് ഇമ്പോർട്ടൻസ് ആണ്. മൈൻഡ് ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ത്രോംബോസിസ് വിത്ത് എംബോളിസം, അതിന്റെ ഒരു ലേറ്റർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ വിത്ത് ക്ലോട്ടിംഗ് പോർട്ടൽ വെയിൻ. പോർട്ടൽ വെയിനില് ത്രോംബോസിസ് വന്നാലും ക്ലോട്ട് വന്നാലും ഒബ്സ്ട്രക്ഷൻ എൻഡ് റിസൾട്ട്. സോ വി ക്യാൻ കറക്റ്റ് ഇറ്റ് വിത്ത് 0.3 of pepra, Bricken dose.
സി എ ലിവറിൽ ഡീപ് വെയിൻ ത്രോംബോസിസ് ഒരു കോംപ്ലിക്കേഷൻ ആണ്, റെയർ ആയിട്ട് വരുന്ന കാര്യമാണ്. കാലിൽ എഡിമ വന്നിട്ട് ഡീപ് വെയിൻ ത്രോംബോസിസ് വരും. ഡീപ് വെയിൻ ത്രോംബോസിസിന് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വാൾപ്പാർ ഒരു വലിയ ഡീപ്പ് ആക്റ്റീവ് മെഡിസിൻ മോഡേൺ മെഡിസിനകത്തുണ്ട്. പക്ഷെ അത് ലിവർ ടോക്സിക് ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റാതെ വരുമ്പം ഒത്തിരി പേഷ്യൻസ് നമുക്ക് ആ രീതിയിൽ കിട്ടും. സിവിയർ പെയിൻ ഉണ്ടാകും. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മെർക്ഡൽസിസ് ആണ് അതിന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ. മെർക്ഡൽസിന്റെ പദം പറഞ്ഞോളൂ. പൊട്ടൻസി 30. മെർക്ഡൽസിസ് ഒക്കെ ഒരു 4th സ്റ്റേജ് ക്യാൻസറിന്റെ മെഡിസിൻ ആണ്. എന്താണെന്ന് വെച്ചാൽ പാൻക്രിയാറ്റൈറ്റിസ്, പാൻക്രിയാറ്റിക് CA, കോളഞ്ചോ കാർസിനോമ, അതിന്റെ കൂടെ അസൈറ്റിസ്, പിന്നെ സിറോസിസ്. വേണമെങ്കിൽ ഒരു അട്രോഫിയോ ഒരു ഡിസ്ട്രോഫിയോ ഒരു എൻലാർജ്മെന്റും ഒക്കെ കൂടെ വരും. വിത്ത് ആണെങ്കിൽ ഈ ഒരു സിബിലിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ആവുമല്ലോ, ഭയങ്കരമായിട്ട് വെളുത്തിരുന്ന ഒരു കറുത്ത് ലിവർ സ്പോട്ടായി രൂപഭേദം വന്ന് കാല് മുറിച്ച് കാല് മുഴുവൻ നീരും ഒക്കെ ആയിട്ട് വരുന്ന ഒരു പതോളജിയിൽ വളരെ സേഫായിട്ട് സിംഗിൾ മെഡിസിൻ ക്യൂറൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് മെർക്ഡൽസിസ്. ദെൻ അടുത്ത ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സിറോസിസ് ഓഫ് ലിവർ, അസൈറ്റിസ്, ഡയബറ്റീസ് വിത്ത് ഡയബറ്റിക് സെല്ലുലൈറ്റിസ്, ആബ്സസ് ഇൻ ലെഗ്സ്, ഇമാസിയേഷൻ, പോളിയൂറിയ ആൻഡ് വീക്ക്നെസ്. ഇപ്പൊ 1, 2, 3, 4, 5, 6, 7 ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സിറോസിസ് ഓഫ് ലിവർ, ഡ്രോപ്സി, പിന്നെ ക്രിയാറ്റിൻ കൂടുക, യുറീമിയ, ഇമാസിയേഷൻ, പോളിയൂറിയ ആൻഡ് വീക്ക്നെസ്. ടെർമിനൽ സ്റ്റേജ് ഓഫ് HCC-യിൽ the wonderful medicine is uranium, natrium and potency 30, 200 we using. നമ്മൾ 03, 04, 05, 06 ആണ് കൊടുക്കാറുള്ളത്. പേഷ്യന്റ് വിത്ത് നല്ല ഗുഡ് പ്രൊഗ്നോസിസിൽ നമുക്ക് കുറെ കാലം തള്ളി നീക്കി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അൺകൺട്രോളബിൾ ബൈൽ, ജോണ്ടിസ്, ഇനി ഹെപ്പറ്റോ സെല്ലുലാർ ടൈപ്പ് ഓഫ് അതിൽ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കാലികാർബിന്റെ ചരിത്രമുള്ളവർ കാലികാർബ് കോൺസ്റ്റിറ്റ്യൂഷന് കാലിക്ലോറിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഗുണമുണ്ട്. വളരെ നാള് നമുക്ക് ലൈഫ് പ്രോഗ്നോസിസ് കൊടുക്കാൻ പറ്റും, കുറെ കൂടെ ജീവിതം നീട്ടി കൊടുക്കാം. പിന്നെ ലിവർ ക്യാൻസറിൽ ഞാൻ ചത്തുപോകും എന്ന് എടുത്തു പറഞ്ഞ് കരയുന്ന ഒരു മെഡിസിനാണ് കൊളസ്റ്റിനം. ഞാൻ മരിച്ചു പോകും, കൊളസ്റ്റിനം 1. ഞാൻ മരിച്ചു പോകും ഡോക്ടറെ, ഞാൻ മരിച്ചു പോകും, വേദന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് കരയും. അതുപോലെ തന്നെ ഇരുന്ന് മോർണിംഗ് എന്ന് പറഞ്ഞ് പുറത്ത് വരും, കണ്ടിന്യൂസ് ഇങ്ങനെ മൂളി ഇരിക്കും. മുറിയാറ്റിക് കേസല്ല, ലിവർ സൈഡിൽ തടയിരിക്കും പോഡോപ്പയില്. കട്ടിലിരുന്നുകൊണ്ട് താങ്ങി പിടിച്ചോണ്ട് വരും, അങ്ങനെ തൊടത്തില്ല. ഭയങ്കര വേദന ഡോക്ടർ.